മാനന്തവാടിയിലേക്ക് തന്നെ വരുമോ? വരും തീർച്ചയായും അല്ലേ. ഈ സുഗന്ധ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ സംസ്കരണമാണ് നമുക്ക് ഏറ്റവും പ്രയാസമായിട്ട് ഉള്ളത്. എന്തായാലും പഞ്ചായത്ത് തലത്തിൽ നമ്മളിങ്ങനെ പിന്നെ സുഗന്ധ നെൽവിനങ്ങളും അതുപോലെ തന്നെ വയനാട്ടിലെ തനത് ഇനങ്ങളൊന്നും കൃഷി ചെയ്യുന്നൊരു പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നില്ല. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ 60 ഹെക്ടർ സ്ഥലത്ത് ഈ ഗന്ധശാല അതുപോലെയുള്ള മറ്റ് സുഗന്ധവിനങ്ങൾ ജീരകശാല പോലെയുള്ളതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സംഭരിക്കാനുള്ള ഇത് ഡിപ്പാർട്ട്മെൻറ്റിനും ഇതുവരെ ആയിട്ടില്ല. അവർ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന പദ്ധതി പ്രകാരം ഒരു റൈസ് മിൽ, മോഡേൺ റൈസ് മിൽ സ്ഥാപിക്കാനുള്ള ഒരു ജില്ലാ തലത്തിലൊരു നടപടി സ്വീകരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളെ പറ്റി എല്ലാവർക്കും ഒരു അവബോധം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ വരുമോ? VKS പഞ്ചായത്ത് മെമ്പർ, എനിക്ക് ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കൊള്ളുവാനും കഴിഞ്ഞത്, വയനാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏത് കൃഷി ചെയ്താലും അവന് ലാഭകരമാകുമോ എന്നുള്ള മാത്രമാണ് ചിന്ത. ഇവിടെ നമ്മൾ ജീരകശാലയും മറ്റ് പഴയ വെളിയൻ പഴയ കൃഷികളെക്കുറിച്ചൊക്കെ പറഞ്ഞു, പുതിയ കൃഷിയെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ കൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ കൃഷി ഉൽപ്പാദിപ്പിച്ച് അവൻ്റെ കയ്യിലേക്ക് നെല്ലായിട്ട് മടങ്ങി വരുമ്പോൾ അവന് വിറ്റാൽ അതിന് ലാഭകരമായി കിട്ടണം. അത് കിട്ടാത്ത അവസ്ഥ പല കർഷകർക്കും ഉണ്ടാകുന്നതുകൊണ്ടാണ് വയനാട്ടിലെ നെൽവയലുകളൊക്കെ തന്നെ വാഴത്തോട്ടങ്ങളായി മാറിയിരിക്കുന്നത്. ഇത് നെൽകൃഷിയും വാഴക്കൃഷിയും താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ 5-10 ഇരട്ടി ലാഭകരമാണ് വാഴക്കൃഷി. അപ്പോൾ ഈ നെൽകൃഷി ചെയ്യുന്ന കർഷകന് നമ്മൾ ഈ ചെറിയ പദ്ധതികൾ കൊണ്ടൊന്നും അവന് ഉപകാരപ്രദമാകുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇപ്പോഴുള്ള ഭരണകക്ഷിയിൽ നിന്നുള്ളതല്ലാതെ. എൻ്റെ പേര് PV ജോൺ. മാഡം ഇവിടെ സൂചിപ്പിച്ചു പ്രതിപക്ഷത്തിൻ്റെ ആരെങ്കിലും ഉണ്ടോ എന്ന്. വർക്കിമാസ് ആദ്യം തന്നെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത്, ഞങ്ങൾ മാനന്തവാടി പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളൂ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നല്ലാത്ത ഒരു നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഭരണസമിതി എന്നൊരു സംഘടന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഇനി മാനന്തവാടി പഞ്ചായത്തിൻ്റെ ഇത്രമാത്രം വികസനത്തിനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ഇന്ന് അവിടെയൊക്കെയുള്ള അറവശാലയുടെ അവിടെയൊക്കെ പോയിരുന്നു. അപ്പോൾ സാധാരണ നമ്മളെ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ പഞ്ചായത്ത് മാത്രമല്ല ഒട്ടുമുക്കാൽ പഞ്ചായത്തുകളും പാലിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് തൂക്കിയിടുന്നത് പോലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? മാനന്തവാടി പഞ്ചായത്തിൽ ഒരു സ്ലോട്ടർ ഹൗസ് ഇല്ല. സ്ലോട്ടർ ഹൗസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മൃഗത്തെ കശാപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൻറ്റിമോർട്ടം എക്സാമിനേഷനും അതിനുശേഷമുള്ള പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടക്കണം. ഈ പഞ്ചായത്തിൽ ലൈസൻസ് ബുച്ചേഴ്സ് എത്ര പേരുണ്ട്? 5 പേരുണ്ട്. പക്ഷെ അതല്ലാതെ അൺഓതറൈസ്ഡ് സ്ലോട്ടർ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട്, പല ദിവസങ്ങളിലായിട്ട്. ഒരു കാര്യം, ഞങ്ങൾ ഇന്ന് കുറുവ ദ്വീപിൽ പോയി. പഞ്ചായത്തിൻ്റെ ഭാഗം കുറച്ച് വരുമാനമൊക്കെ കണ്ടസ്റ്റ് ചെയ്ത് കിടക്കുന്നു. മാലിന്യങ്ങളുടെ തുടക്കം വളരെ നല്ല രീതിയിൽ കാണാനുണ്ട്. അതിൻ്റെ സൈഡിൽ മുഴുവൻ ഒരുപാട് പ്ലാസ്റ്റിക് വന്ന് കൂടി. അപ്പോൾ അത് ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ വലിയൊരു പ്രശ്നമായി വളരാതെ ഇരിക്കും. നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ, ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. നമ്മുടെ ഈ ജൂറി അംഗങ്ങൾ അവിടെ പഞ്ചായത്തിലേക്ക് വന്ന് എല്ലാമൊക്കെ കണ്ടു, നിങ്ങളുടെ പഞ്ചായത്തെ സന്ദർശിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? നല്ല അനുഭവമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും തിരുത്തേണ്ടവ തിരുത്തണം എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താനും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സന്ദർശനമായിരുന്നു. കണ്ണമാഷെ,
മാനന്തവാടിക്ക് 2ാം ഘട്ടത്തിൽ വന്നതിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ജനന മരണ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കും? പഞ്ചായത്തിൻ്റെ ആ സംവിധാനം മറ്റ് അംഗങ്ങൾക്കും കൂടി ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരുന്നു. സാധാരണ നിലയിൽ മുൻപുള്ള ജനനം ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് അപേക്ഷ കിട്ടുന്ന ദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ നൽകാറുണ്ട്. പിന്നെ ജനനവും മരണവും ഇപ്പോൾ നടക്കുന്നത് അതാത് ദിവസം തന്നെ ആശുപത്രിയിൽ നടക്കുന്ന കിയോസ്ക് സംവിധാനം ഉള്ള ഒരു പഞ്ചായത്താണ്. 3 ആശുപത്രികളിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അധികവും ജില്ലാ ആശുപത്രിയിലാണ് കൂടുതൽ ജനനവും നടക്കാറുള്ളത്. ഒരു ദിവസം ഏതാണ്ട് ആവറേജ് 14 ജനനങ്ങളാണ് മാനന്തവാടിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ളത്. അതിനനുസരിച്ചുള്ള ജനനങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചു പോകുന്ന സ്ത്രീകൾ പോകുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം തന്നെ ആശുപത്രിയിൽ തന്നെ അതിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കാറുണ്ട്. മരണ സർട്ടിഫിക്കറ്റ് 3 ദിവസത്തിനകം മരിച്ചവരുടെ ആശുപത്രിയിൽ നിന്നൊക്കെ ഉള്ളത് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ അത് ആശുപത്രിയിൽ നിന്ന് കൊടുക്കാൻ കഴിയാറില്ല. അത് കഴിഞ്ഞ് വന്ന് ബന്ധപ്പെട്ട കക്ഷികളുടെ ബന്ധുക്കൾ വന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഒന്ന് നമ്മൾ പറയാതെ വിട്ടുപോയത് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനത്തെ പറ്റിയിട്ടാണ്. ജാഗ്രതാ സമിതി വാർഡ് തലത്തിൽ അത്ര സജീവമല്ല, എങ്കിലും പഞ്ചായത്ത് തലത്തിൽ നല്ല സജീവമാണ്. 14 കേസുകൾ നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 10 തീർപ്പായിട്ടുണ്ട്, 4 തീർപ്പായിട്ടില്ല. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര കാലത്തിനിടയ്ക്കാണ് 14 കേസുകൾ? അതിൻ്റെ ടൈം 1 വർഷത്തിനിടയ്ക്കോ 2 വർഷത്തിനിടയ്ക്കോ എങ്ങനെയാണ്? 1 വർഷത്തിനകം. 1 വർഷത്തിൽ 14 കേസ് വന്നിട്ടുണ്ട്. 14 കേസ് വന്നിട്ടുണ്ട്. ഈ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. നല്ലൊരു പ്രവർത്തനമാണ് പഞ്ചായത്ത് തലത്തിൽ കൂടെ. ഇത് മേലേത്തട്ടിലേക്ക് പോകാതെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാതെ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങളത് സജീവമായിട്ട് പരിഗണിച്ച് നല്ല രീതിയിൽ എൻ്റെ പ്രവർത്തനം മാസം തോറും നടത്തി വരുന്നുണ്ട്. ഈ ഗാർഹിക പീഡന കേസുകളാണ് പലതരത്തിലും നമ്മൾ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. ഒരു 90% അങ്ങനെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരനുഭവം. മാനന്തവാടി ഗ്രാമപഞ്ചായത്തിൽ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ശ്രദ്ധേയമായൊരു കാര്യം, തൊഴിലുറപ്പ് പദ്ധതിയെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ ഫീൽഡ് സന്ദർശനത്തിന് കാണും, ഇപ്പം നെൽപ്പാടത്ത് കവുങ്ങ് നട്ട സ്ഥലം വീണ്ടും തിരികെ നെൽപ്പാടമാക്കി മാറ്റാനുള്ള ശ്രമം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ടുള്ളതല്ല, ഒരു കുറച്ച് സ്ഥലത്ത് കവുങ്ങ് മാറ്റി പിഴുതു മാറ്റി നെൽപ്പാടമാക്കി യഥാർത്ഥത്തിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ മേഖലയിൽ കുറെ കൂടി അധികം പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതി മുഖേന ഈ നെൽപ്പാടങ്ങളെ കമുക കൃഷി ചെയ്തിരിക്കുന്നത് തിരിച്ചുകൊണ്ടുവരാൻ പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ശരിക്കും ഒരു മാൻ പവർ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എക്സ്ക്യൂസ് പറഞ്ഞതുകൊണ്ട് നമ്മൾക്കത് ഉത്തരമായില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഈ പരിമിതികൾ നിങ്ങൾ കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾ ഈ ശ്രമം തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷത്തിനിടയിൽ കുറേ പുരോഗതി ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകാനുണ്ടെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനു മുമ്പ് ഇതിനെപ്പറ്റി ഇതൊരു വിഷയമായിട്ട് പൊന്തി വന്നില്ല. എങ്ങനെ സർ? 2 വർഷത്തിന് മുമ്പ് ഇതൊരു അജണ്ടയായി വന്നില്ല, അത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ. ഇത് പഞ്ചായത്തിന് മാത്രമല്ല വയനാടിന് പൊതുവെയുള്ള ഒരു വലിയൊരു ഇത് നടക്കുന്നത് ഇപ്പോഴേ ടൂറിസം മേഖലയിലാണ്. മൊത്തം വയനാട് അത് ഒരു ബാംഗ്ലൂരിൻ്റെ സാന്നിധ്യം, അടുത്ത സാന്നിധ്യമാണോ എന്നറിയില്ല. ടൂറിസം മേഖലയിൽ വളരെ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം മൊത്തം വയനാട് നടത്തുന്നുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങൾ വയനാടിൻ്റെ പല ഭാഗത്തും കാണാനുമുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സന്ദർശിച്ച കുറുവയിലെ സ്ഥിതി വളരെ വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കുറുവ കണ്ടിട്ടുണ്ട്. ഇപ്പോഴ് 2 കൊല്ലം മുമ്പും ഇവിടെ വന്ന് കണ്ടിരുന്നു. ഇപ്പോഴ് വീണ്ടും നമ്മളെ സന്ദർശനത്തെ കണ്ടു. വളരെ വേദനാജനകമായ മാറ്റമാണ് സത്യത്തിൽ കുറുവയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് നമ്മൾ കണ്ടു. ഈ ആൾക്കാർ ഇനിയും കൂടിക്കൂടി വരികയുള്ളൂ അവിടെ മാലിന്യം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയോ അതല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ കുറുവയുടെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ കളയാത്ത വിധത്തിൽ അവിടെ ആൾക്കാർ വന്ന് പോകാനുള്ളൊരു സംവിധാനം ഇതൊന്നും അത്ര ശക്തമായിട്ട് പ്ലാൻ ചെയ്തതായിട്ട് കാണുന്നില്ല. കാരണം മറ്റു മേഖലകളിലൊക്കെ ചെയ്യുന്നത് പോലെ ടൂറിസ്റ്റുകളെ ധാരാളമായിട്ട് കൊണ്ടുവരും. അതിന് ചില ഏജൻസികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വയനാടിൻ്റെ പല ഭാഗത്തും കണ്ടിട്ടുണ്ട്. ലാഭം കൊയ്യുന്ന ഏജൻസികൾ ഇതിൻ്റെ അജണ്ട തീരുമാനിക്കുക. ഇവിടെ പഞ്ചായത്ത് വളരെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാമായിട്ട് ഇടപെട്ടേ വെക്കൂ. വയനാടിൻ്റെ മറ്റു മേഖലകളിലും ഇത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പദ്ധതികളില്ല എന്നുള്ളതൊരു ന്യൂനതയായിട്ട് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയതെന്ന്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
4 or 5 പദ്ധതികൾ കുടിവെള്ളത്തിൻ്റേത് കാട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ കാട് സംരക്ഷിക്കുക എന്നത് ഈ പറയുന്ന വയനാടിൻ്റെ മറ്റു മേഖലകളിൽ അരുവികളാണ്. അപ്പോൾ കൊല്ലം മുഴുവൻ അത് വേനൽ മാസങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവർക്ക് പോലും പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സോഴ്സ് അതിൻ്റെ ഉത്ഭവ സ്ഥലം സംരക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ളൊരു ലക്ഷ്യമായിട്ട് പഞ്ചായത്ത് എടുക്കേണ്ടിയിരിക്കുന്നു. അത് സംരക്ഷിക്കുന്ന ഏജൻസി ഉണ്ട്, വനം വകുപ്പ് പോലെയുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്ക് VSS ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ചേർന്നുള്ള വളരെ സംയോജിതമായിട്ടുള്ളൊരു പ്രവർത്തനം ആയിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അത് എന്തുമാത്രം പോയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അത്ര അന്ന് ബോധ്യപ്പെടുകയുണ്ടായിട്ടില്ല. ഈ വന സംരക്ഷണ സമിതി ഉള്ള പ്രദേശത്താണ് നമ്മൾ ഈ കുടിവെള്ളം വനത്തിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടിരുന്ന പ്രദേശം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു വനസംരക്ഷണ സമിതിയുണ്ട്. ആ വനസംരക്ഷണ സമിതിക്കാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. മാത്രമല്ല വനം വകുപ്പിൻ്റെ അംഗീകാരം വാങ്ങിക്കുകയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് അവിടെ തടയണ കെട്ടി വെള്ളം സംഭരിക്കുന്നത് ഒഴിച്ചാൽ മറ്റ് പൈപ്പിൽ വെള്ളം കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ആ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിഷമങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും പിന്നീട് അവിടെ നടക്കുന്നില്ല. അതല്ല, വളരെ ആക്റ്റീവായിട്ട് തന്നെ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ വളരെ അങ്ങോട്ട് ഇടപെടാനായിട്ട്? കാരണം സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കുടിവെള്ള സംരക്ഷണമാണ്. അതെ, വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിലെ മുഴുവൻ കുടുംബങ്ങളും ഗുണഭോക്താക്കളാണ്. ഒരു വീട്ടിലെ ഒരു അംഗം ആ കമ്മിറ്റിയിലെ അംഗമാണ്. അതേപോലെ തന്നെ അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയും മാസാമാസം യോഗം വിളിക്കുകയും വനം സംരക്ഷിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയുകയും അതേപോലെ തന്നെ കാട് ഈ ഫയർ തീ കയറുന്ന സമയത്തൊക്കെ അതിന് പ്രത്യേക വാച്ചർമാരെ നിയമിച്ചുകൊണ്ട് അത് വനംവകുപ്പ് ചെയ്യുന്നതാണ്. വനംവകുപ്പ് ചെയ്യുന്നതല്ലേ? വനംവകുപ്പും പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടിയാണ് സാന്നിധ്യം ഉണ്ട് അവിടെ. ഉണ്ട്. തീ പിടിച്ച് വനം നശിക്കുന്നതും അവിടെ നിന്ന് മരം മുറിച്ച് മാറ്റുന്നതുമായ സംഭവങ്ങൾ ഒന്നും ഒരു 3 വർഷമായിട്ട് മാനന്തവാടി പഞ്ചായത്ത് പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. അത് നല്ലൊരു കാര്യമാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. പിന്നെ ഒന്ന് പറയാനുള്ളത്, അന്ന് ദീപയുടെ കാര്യം നമ്മൾ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ദീപ ഒരു സ്ഥാനത്ത് എത്തിപ്പെട്ടതിന് ശേഷമാണോ പഞ്ചായത്ത് ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ആദിവാസി മേഖലയിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കാണ് ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരെ മാക്സിമം മേലോട്ട് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ എന്താണ് ഉള്ളത് എന്നുള്ളത്. ഒരു സ്റ്റേജിലെത്തിയ പിന്നെ സഹായിക്കുന്നതിനപ്പുറം ആ മേഖലയിൽ ആ ഒരു വിഭാഗത്തിലെ കുട്ടികൾ വളരെ ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എല്ലാ കോളനികളിലും തന്നെ കുട്ടികൾക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. തൊട്ടടുത്ത് തന്നെ സ്കൂളുകൾക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് മാനന്തവാടി പഞ്ചായത്തിലെ ഒരു കൊഴിഞ്ഞു പോക്ക് നിലവിൽ ഇല്ല. പിന്നെ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ചെറിയ കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകേണ്ട എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നുണ്ടോ? എത്തുന്നുണ്ട്. അത് പഞ്ചായത്തിന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പിന്നെ രാവിലെ പ്രഭാത ഭക്ഷണം നമ്മുടെ മാനന്തവാടി പഞ്ചായത്ത് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും സന്തോഷമാണ്. എത്ര സ്കൂളുകൾ കൊടുക്കുന്നുണ്ട് പ്രഭാത ഭക്ഷണം? പഞ്ചായത്ത് എത്ര സ്കൂളുകൾ കൊടുക്കുന്നുണ്ട്? പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണോ അത് എല്ലാ കുട്ടികൾക്കും കൂടിയാണ്? ആദിവാസി കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട കുട്ടികളല്ലേ ബാക്കിയുള്ളവരും വരുന്നത്? അവർ വിശന്നിരിക്കില്ലേ? നോക്കിക്കൊണ്ട് അവർക്കൂടെ കൊടുക്കാൻ നിവൃത്തിയില്ലേ പഞ്ചായത്തിന്? ഞങ്ങൾ അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാഡം. പക്ഷേ ജനകീയാസൂത്രണത്തിൻ്റെ നോംസ് അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മാത്രമേ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. ബിലോ പോവർട്ടി ലൈനുണ്ട്. പക്ഷേ ഞങ്ങൾ ആശുപത്രിയിൽ കൊടുക്കുന്ന കഞ്ഞിക്ക് തന്നെ സ്പെഷ്യൽ ഉത്തരവ് മേടിച്ചിട്ടാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത്. എന്നാൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പഞ്ചായത്തുകാരെല്ലാവരും അംഗനവാടിയിൽ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് അധിക ഭക്ഷണം നൽകുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിൽ അധിക ഭക്ഷണം, കഞ്ഞിക്ക് പകരം അവർ ചോറും പയറും ആഴ്ചയിലൊരിക്കൽ മുട്ടയും കൊടുക്കുന്ന പഞ്ചായത്തുകളുണ്ട്. ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് ഉച്ചഭക്ഷണം കഞ്ഞി കൊടുക്കുന്ന പഞ്ചായത്ത് തിരുവനന്തപുരത്ത് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ തനത്